കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഇവിടെ അത്താണ്. അത്തം പ്രമാണിച്ച് പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. നമ്മൾ സാധാരണ പോലെ തന്നെ പൂവിടുന്നു. വീട്ടിൽ തന്നെ പൂവ് ഉപയോഗിച്ചിട്ടാണ് പൂവിടുന്നത്. അതിനുവേണ്ടി പൂവ് ഇറുക്കാനായിട്ട് വാഴയില പൊട്ടിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ പണ്ടുള്ള കാരണന്മാർ പറയുന്നത് നമുക്കറിയുന്നതാണ്. ഒരു വാഴയിൽ നിന്നല്ല, നമ്മൾ വാഴയിൽ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് പൊട്ടിക്കുകയാണെങ്കിൽ മുറിക്കുകയാണെങ്കിൽ അതിൽ നമ്മളിങ്ങനെ മുറിക്കുമ്പോൾ എപ്പോഴും 2 പീസ് മുറിക്കണം എന്ന് പറയും. അത് എന്തിനാണ് എന്നൊന്നും അറിയില്ലെങ്കിലും അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. എപ്പോഴും മുറിക്കുമ്പോൾ അതായത് നമുക്ക് ഒരേ ഇല ആവശ്യമുള്ളെങ്കിൽ കൂടിയും നമ്മൾ 2 ഇല മുറിക്കും. അപ്പം അതിൽ കുഞ്ഞി ഇല നോക്കി മുറിച്ച് വേറൊന്നല്ല. കാരണം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ പൂവിടുമ്പോൾ എന്ത് വേണം? വാഴയില വേണം. അപ്പോൾ നമുക്ക് എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്, വെറുതെ വേസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നാലും ആ ഒരേ ഇല മാത്രമായിട്ട് മുറിച്ച് പോരാൻ ഒരു മടിയാണ്. കാരണം പണ്ടുള്ളവരെപ്പോഴും പറയുന്നല്ലേ, എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. മോളാണ് പൂവിടുന്നത്. കാരണം മോളേനെ അവൾക്ക് 7 വയസ്സാണ്. അപ്പോൾ 7 വയസ്സായ ഒരു കുട്ടിക്ക് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ മുഴുവനായ അവൾക്ക് അതേപോലെ തന്നെ അവളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ ഒരംശമെങ്കിലും എത്തിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. അപ്പോൾ സമയമെടുത്ത് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് മോളേനെ കൊണ്ട് പൂ പറിച്ച് അങ്ങനെ ഓണം ആഘോഷിക്കാൻ അവളെ മനസ്സിലാക്കി കൊടുക്കണം. പണ്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്. കാരണം അവൾക്ക് ഭാവിയിൽ അതൊരു ഓർമ്മ പോലെ ഇരിക്കാൻ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് എന്ന് അവൾക്ക് ഓർമ്മ വരുമല്ലോ. അങ്ങനെ കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഈ കൊച്ചു ഗ്രാമത്തിൽ ജീവിക്കുന്ന അവൾ നാളെ ഏത് രാജ്യത്താണ് വലുതാകുമ്പോൾ താമസിക്കാൻ തീരുമാനിക്കുന്നത് ഒന്നും തന്നെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കുട്ടികളെല്ലാം പല രാജ്യങ്ങളിലാണ് ജോലിയുടെ ഭാഗമായിട്ട് സെറ്റിലായിരിക്കുന്നത്. ഒരു ഓർമ്മ പോലെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവൾ പൂവുകളെല്ലാം ഇറുത്ത് ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അതായത് വീട്ടിൽ തന്നെയുള്ള പൂക്കളാണ് ഉപയോഗിക്കുന്നത്. സത്യത്തിൽ ഈ ചെടികളൊക്കെ ചെമ്പരത്തികളാണ്. റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറേ പല കളറ് ചെമ്പരത്തികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സ്കൂൾ ടൈം, കോളേജ് ടൈം, ആ ടൈമിലാണ് ഞാനിതൊക്കെ നട്ടുപിടിപ്പിച്ചത്. എനിക്ക് ഒരു നല്ല ഭംഗിയിൽ പൂവുണ്ടായി നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കണ്ടത്, പറയുന്നത് ക്ലീശയാണ്, മഴവിൽ മനോരമ ചാനൽ തുടങ്ങിയ സമയത്ത് അതിൽ മഞ്ഞുരുവും കാലം പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു. ആ സീരിയലിൽ വീട്ടിലുള്ളവർ ആ സീരിയൽ കാണുമ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു പശ്ചാത്തലം ആണ് കണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഭംഗി, അതിൽ പൂക്കളും ചെടികളും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്റ്റൈൽസ്, അതായത് പഴയൊരു സ്റ്റൈലിലുള്ള വീടുകളിലാണ്, തറവാടുകളിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലിങ്ങനെ 2 സൈഡിലും എനിക്ക് തോന്നുന്നു അതിലെ ഒരു അമ്മ വീടുണ്ട്, അമ്മ വീടിൻ്റെയാണ് തോന്നുന്നു. 2 സൈഡിലും ചെമ്പരത്തികളും തെച്ചികളും പല കളർ തെച്ചികളും നിറഞ്ഞേക്കുന്നു, സ്റ്റെപ്സ് നടുവിൽ. ആ ഒരു മെമ്മറിയിലാണ് ഞാൻ പിറ്റത്തെ മഴക്കാലത്താകുമ്പോൾ ചെമ്പരത്തി കൊമ്പുകൾ നട്ട് കഴിഞ്ഞാൽ ചെമ്പരത്തി കൊമ്പുകൾ പെട്ടെന്ന് പിടിക്കും. പിന്നെ മഴക്കാലത്താണെന്ന് വെച്ചെങ്കിൽ അതിന് പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ആരും തന്നെ ഈ ചെമ്പരത്തി കമ്പിന് നനച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ അതൊക്കെ വളർന്നു വന്നു. അങ്ങനെ വളർന്നു വന്ന് നമുക്ക് ഇപ്പോൾ പൂക്കൾ ഇഷ്ടമാണ്, ചെടികൾ ഇഷ്ടമാണ്, പക്ഷെ നോക്കാൻ സമയമില്ല. അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെടികളാണ് ചെമ്പരത്തികൾ, അതുപോലെ ബൊഗെയിൻവില്ലാസ്, പിന്നെ മറ്റുള്ള പ്രത്യേകിച്ച് നോട്ടൊന്നും വേണ്ടാത്ത ചെടികൾ. പക്ഷേ ആന്തൂറിയം, ഓർക്കിഡ്, അങ്ങനെ റോസൊക്കെ നമുക്ക് നന്നായി ശുശ്രൂഷ കൊടുക്കണം. കാരണം നന്നായി നോക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പൂക്കൾ ഉണ്ടാവില്ല. ഒന്നാമത്തെ, രണ്ടാമത്തെ അതിൻ്റെ ചെടി തന്നെ നശിച്ചു പോകാൻ കാരണമാവും. അങ്ങനെയാണ് എൻ്റെ വീട്ടിലെ മിക്ക ചെടികളും നശിച്ചു പോയത്. പക്ഷേ അന്ന് ഞാൻ നട്ടതിൽ ചെമ്പരത്തികളും അങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടേ നിലനിൽക്കുന്ന പല ചെടികളും ഇന്നും വീട്ടിലുണ്ട്. പക്ഷേ നമ്മൾ വരത്തൻ ചെടികൾ എന്ന് പറയും, അങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടൊന്നും തന്നെ ആ ചെടിച്ചട്ടികളൊക്കെ കാലിയായി കിടക്കുകയാണ് ചെയ്തത്. ഓക്കെ, പറഞ്ഞ് ഞങ്ങൾ പൂക്കൾ പറിച്ചു കഴിയാറായി. ഏതൊക്കെ പൂക്കളെ പറിച്ചതെന്നും കൂടിയും പറയാൻ പറ്റില്ല. ഈ പൂവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറമ്പിൽ ഞാൻ എപ്പോഴോ ഒരു കുഞ്ഞി തൈ നട്ടാണ്, പക്ഷേ പറമ്പ് മൊത്തം നിറഞ്ഞു. ഇപ്പോൾ പറമ്പ് വീശാൻ നിൽക്കുകയാണെന്ന് വെച്ചെങ്കിൽ പറയും ഇത് അവിടെ ആകെ നിറഞ്ഞു, ഒരു ഗുണവുമില്ല, എല്ലാ വളം വലിച്ചെടുക്കുകയാണ് എന്നൊക്കെ പറയും.
ഓക്കെ, അങ്ങനെ പൂക്കളം മോൾ ഒരുക്കി കഴിഞ്ഞു അവളുടേതായ ഒരു ഡിസൈനിൽ. പിന്നെ അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എൻ്റെ മോളുടെ ഏറ്റവും ഫേവറേറ്റാണ് ദോശ ഇഡ്ഡലിയൊക്കെ. അപ്പോൾ അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഉണ്ടാക്കിയതാണ് ദോശ. അവളും കഴിച്ചു, ഞാനും കഴിച്ചു. അങ്ങനെ നല്ല കട്ടച്ചട്നിയും വെള്ള കട്ടച്ചട്നിയും ദോശയും ഇഷ്ടമാണ്. ദോശ നല്ല സോഫ്റ്റ് ടൈപ്പിലാണ്, നന്നായി ഡ്രൈ അല്ല, ബലമുള്ള ടൈപ്പല്ല, സോഫ്റ്റായിട്ടുള്ള. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ സോഫ്റ്റ് ദോശയും അധികം എരിവില്ലാത്ത വെള്ള ചട്നി. ഇനി ഉച്ചയ്ക്കാണ് ഞാൻ എടുത്തു കേട്ടോ ഈ വീഡിയോ. ഉച്ചയ്ക്ക് ബീറ്റ്റൂട്ട് ഉപ്പേരി ഉണ്ടാക്കുമായിരുന്നു. ഉപ്പേരി എന്ന് പറയുമ്പോൾ ഉള്ളിമുളകും കുത്തി, ഉള്ളി എന്ന് പറയുമ്പോൾ ചെറുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഉണക്കമുളകും കുത്തി ചതച്ചത് എണ്ണയിലിട്ട് മൂപ്പിച്ചു. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടു. അതിലേക്ക് ബീറ്റ്റൂട്ട് വേവിച്ചതാണ് ഇട്ട് കൊടുക്കണത്, വേറെ ഒന്നും കൊണ്ടല്ല. കാരണം അടുപ്പ് ഒഴിയുന്ന നേരത്ത് എന്തെങ്കിലും പെട്ടെന്ന് അടുപ്പത്തേക്ക് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞ നേരത്ത് ചോറ് ഊറ്റി കഴിഞ്ഞ നേരത്ത് ബീറ്റ്റൂട്ട് അരിഞ്ഞിട്ട് വേഗം ഒരു നമ്മുടെ മൺകലത്തിൽ വേഗം അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതിരുന്ന് വേകുമ്പോഴേക്കും ഉള്ളിമുളകും കുത്തി ചതച്ച് വന്നു. അങ്ങനെ ഉപ്പേരി. അപ്പോൾ അതിലൊരു തുള്ളി വെള്ളം ഒഴിക്കില്ല നമ്മൾ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ വെള്ളവും ബീറ്റ്റൂട്ടിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളവും ഒക്കെ ആയപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം വറ്റാനായിട്ട് കുറച്ച് നേരം കൂടി അടുപ്പത്ത് ഇങ്ങനെ വെച്ചു. അപ്പോൾ വെള്ളം ഇങ്ങനെ ഡ്രൈ ആയി വന്നു. അങ്ങനെ ബീറ്റ്റൂട്ട് ഉപ്പേരി റെഡി. മാറ്റി അടുത്ത ചട്ടി വെക്കാനാണ്. രണ്ടോ തീ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വേഗം അടുത്ത ചട്ടി വെക്കുകയാണ് ചെയ്യുക. കാരണം നമ്മുടെ വിറകൊക്കെ നമ്മൾ സൂക്ഷിക്കണ്ടേ. ഇനി ചട്ടിയിൽ കടുകിട്ട് പൊട്ടിച്ചു. എണ്ണ ഒഴിച്ച് കടുകിട്ട് കുറച്ച് നേരത്തെ തന്നെ കടുകിട്ടു. ആക്ച്വലി ഉലുവ തിരയാൻ, അതായത് ഉലുവ പാത്രം മാറിയിരിക്കുകയാണ്. അച്ചാറുണ്ടാക്കാനായിട്ട് പൊടിക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ട് ഉലുവ പാത്രം മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കടുകിട്ടിട്ട് അത് തിരയാൻ പോകും. കടുക് എണ്ണ ചൂടാവുന്നതിന് മുമ്പ്, ചട്ടി ചൂടാവുന്നതിന് മുമ്പ് ഇട്ടു എന്ന് വിചാരിച്ചു ഒന്നും വരാൻ പോകില്ല. കുറച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിക്കോളും. ഓക്കെ, അപ്പോൾ കടുക് പൊട്ടി തുടങ്ങി. അപ്പോൾ ഇനി ഉലുവ ഇട്ടു. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും ഉലുവ ഇട്ടു. അങ്ങനെ ഉലുവ ഒന്ന് പൊട്ടി, അതായത് നല്ല കളർ കരിഞ്ഞു പോവുമല്ലോ, അതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ തന്നെ ഉണക്കമുളക് ഇട്ടു. ഉണക്കമുളകിൻ്റെ ഒരു സൈഡ് മാറി വരുമ്പോഴേക്കും വേപ്പിൻ്റെ ഇട്ടു. എന്നിട്ട് അത് മൊത്തത്തിൽ ഒന്ന് ഇളക്കി. ഉലുവ, മുളക് എല്ലാം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോൾ കരിഞ്ഞു പോവില്ല. ഇനി അതിലേക്ക് എൻ്റെ അമ്മയുടെ, അതായത് ഞാനുണ്ടാക്കുമ്പോൾ രസത്തിലും ഒരു രുചിക്കുറവ് തോന്നി എനിക്ക് അമ്മയുടെ. അപ്പോൾ അമ്മേനെ കൊണ്ട് തന്നെ ഞാൻ ബാക്കിയെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളി അരിഞ്ഞിട്ടു, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മല്ലി, ജീരകം അതൊക്കെ ചതച്ച് അരപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരപ്പ് നേരിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. ഇനി അതിലേക്ക് പുളിവെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രസം റെഡി. ഓക്കെ, അങ്ങനെയായിരുന്നു ഇന്നത്തെ അത്തം ദിവസം. തിരുവോണം എത്താറായി. ഇനി 10ാം നാൾ തിരുവോണം. അത്തം വെളുത്തിട്ടായിരുന്നു, അതായത് വെയിലുള്ള ദിവസമായിരുന്നു.